ഒന്നാമതായി, കർത്താവിൻ്റെ ശിഷ്യന്മാര് ഒരു ചോദ്യം യേശുതമ്പുരാന്റെ സന്നിധിയിൽ ഉന്നയിക്കുന്നുണ്ട്. റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ഒന്നാമത്തെ ആശയം, ദൈവിക നീതിയോട് ചേരുന്നതായിരിക്കണം നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ. ഈ വേദഭാഗത്തിനോട് ചേർന്ന്, അതായത് 9-ാം അധ്യായം 2-3 വാക്യങ്ങളോട് ചേർന്ന് വായിക്കേണ്ടിയ വാക്യങ്ങളാണ് 28 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ അവരവനെ ശകാരിച്ചു, നീ അവന്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ. മോശയോട് ദൈവം സംസാരിച്ചുവെന്ന് ഞങ്ങൾ അറിയുന്നു, ഇവനോ എവിടെ നിന്നെന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അവരോട്, എന്റെ കണ്ണു തുറന്നിട്ടും അവൻ എവിടെ നിന്ന് എന്ന് നിങ്ങൾ അറിയാത്തത് ആശ്ചര്യം. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന് അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. കുരുടനായി പിറന്നവന്റെ കണ്ണ് ആരെങ്കിലും തുറന്ന പ്രകാരം ലോകം ഉണ്ടായതു മുതൽ കേട്ടിട്ടില്ല. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ലെങ്കിൽ അവനൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ആ കുരുടനായ മനുഷ്യന് സൗഖ്യം ലഭിച്ചതിനു ശേഷം, കാഴ്ച പ്രാപിച്ചതിനു ശേഷം, അവൻ തന്നെ യേശു ക്രിസ്തുവിനെ, സാക്ഷാൽ വെളിച്ചമായിരിക്കുന്ന പ്രകാശമായിരിക്കുന്ന ദൈവപുത്രനെ പരീശന്മാർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദൈവികമായ നീതിയുടെ ഭാഗമായിട്ടാണ്, ദൈവമഹത്വം വെളിപ്പെടുവാനായിട്ടാണ് അവൻ പിറവി കുരുടനായി തീർന്നത് എന്ന് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. ആ ഒരു നീതി തന്നെയാണ് സ്വയം ഈ പിറവി കുരുടൻ സൗഖ്യം പ്രാപിച്ചതിന് ശേഷം യേശുക്രിസ്തുവിനെ പരിഭാഷപ്പെടുത്തുവാനായിട്ട്, അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വന്നവൻ, അവൻ സാക്ഷാൽ ദൈവം ആകുന്നു എന്ന് പരിഭാഷപ്പെടുത്തുവാൻ തക്കവണ്ണം അവൻ പ്രയത്നിക്കുന്നത്. ഒന്ന് മാത്രം അവൻ അറിയാം, അവൻ പിറവി കുരുടനായിരുന്നു, ഇപ്പോൾ അവന് കണ്ണു കാണാം. അവൻ അതിനെ നീതീകരിക്കുന്നത് ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന് അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. അതായത് പാപം മൂലമല്ല അവൻ അന്ധനായി ജനിച്ചത്, അല്ലെങ്കിൽ അവന്റെ യാചന ദൈവസന്നിധിയിൽ തടയപ്പെടുവാൻ തക്കവണ്ണം കാരണമായി തീരുവാൻ തക്കവണ്ണമുള്ള ഒരു പാപത്തിന്റെ അവസ്ഥ അവന്റെ ജീവിതത്തിൽ ഇല്ല. അവനത് ഏറ്റുപറയുകയാണ്. ദൈവികമായ നീതിയുടെ ഒരു അംശം അവൻ തന്നെ ഏറ്റെടുത്തുകൊണ്ട് യേശുക്രിസ്തുവിനെ പരീശന്മാർക്ക് പരിഭാഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പരീശന്മാര് പറഞ്ഞു, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ, ഈ മനുഷ്യൻ എവിടെ നിന്ന് വരുന്നു എന്ന് പോലും ഞങ്ങൾ അറിയുന്നില്ല. അപ്പോഴാണ് ദൈവികമായ നീതി ഏറ്റെടുത്തുകൊണ്ട് ആ പിറവി കുരുടൻ യേശുക്രിസ്തുവിനെ പരിഭാഷപ്പെടുത്തുന്നത്. കുരുടനായി പിറന്നവന്റെ കണ്ണ് ആരെങ്കിലും തുറന്ന പ്രകാരം ലോകം ഉണ്ടായതു മുതൽ കേട്ടിട്ടില്ല, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ലെങ്കിൽ അവനൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നുത്തരം പറഞ്ഞു. അങ്ങനെ സാക്ഷ്യപ്പെടുത്തുമ്പോഴും ആ പരീശന്മാരുടെ ആത്മീയ കണ്ണുകൾ കൊണ്ട് യേശുക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. അവരവനോട്, നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ, നീ ഞങ്ങളെ ഉപദേശിക്കുന്നുവോ എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കി കളഞ്ഞു. ഒന്ന് ചിന്തിക്കണം, ഈ പിറവിക്കുരുടന്റെ മാതാപിതാക്കൾ പോലും അവന് ഒരു ദൈവികമായ അനുഗ്രഹം ലഭിച്ചതിനെ സാക്ഷ്യപ്പെടുത്താതെ പരീശന്മാരെ, യഹൂദന്മാരെ ഭയന്നുകൊണ്ട് അവരെ സുനഗോഗിൽ നിന്ന് യേശുവിനെ, ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവനെ ബഹിഷ്കൃതമാക്കും എന്നുള്ള ഒരു അനുഭവത്തെ പേടിച്ചുകൊണ്ട്, അവന് പ്രായമുണ്ടല്ലോ, അവനോട് തന്നെ ചോദിക്കുവീൻ എന്ന് പറഞ്ഞ് മാറിക്കളയുന്ന ഒരു അനുഭവം ഉണ്ടാകുമ്പോഴും, അതേ ഒരു സിറ്റുവേഷനിൽ ഈ കുരുടനായ മനുഷ്യന് സൗഖ്യം പ്രാപിച്ചതിന് ശേഷം അവൻ സംഘാലയത്തിൽ നിന്നും അല്ലെങ്കിൽ സുനഗോഗിൽ നിന്നും
പുറത്താക്കപ്പെടും എന്നുള്ള ഒരു ഭയം അശേഷം കണക്കാക്കാതെ അവൻ യേശുക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്ന ദൈവസന്നിധിയിൽ നിന്ന് വന്നവനല്ലാതെ ഇങ്ങനെ പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല എന്ന് ദൈവികമായ നീതിയോട് ചേർന്ന് അത് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം കാട്ടുന്നതായ നീതി അതെന്തെന്ന് നാം മനസ്സിലാക്കണം. എൻ്റെ തെറ്റുകളിൽ നിന്നും ദൈവം എന്നെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിച്ചെടുപ്പിക്കുന്ന അനുഭവങ്ങൾ ആയിരിക്കാം ദൈവിക നീതി. അതല്ല, യേശുവിനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുവാനുള്ള ഒരു സാഹചര്യമായിരിക്കാം ദൈവികമായ നീതി. പാപം വിട്ട് നന്മ ചെയ്യുവാനുള്ള ഒരു ദൈവിക വിളിയായിരിക്കും ദൈവത്തിന്റെ നീതി. അപ്പോഴെല്ലാം ഈ പാപമാകുന്ന ഈ പരീശന്മാരുടെ ഒരു കൂട്ടത്തെ പാപത്തിന്റെ പ്രതീകമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവരെ ഭയപ്പെടാതെ, എൻ്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ളതായ പാപങ്ങളെ ഭയപ്പെടാതെ യേശുക്രിസ്തുവിന്റെ നീതിയെ സാക്ഷീകരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതം ഒരുക്കമുള്ളതായി തീരണം. അതാണ് പറഞ്ഞത്, ദൈവികമായ നീതിയോട് ചേർന്നതായിരിക്കണം നമ്മുടെ ജീവിതം. അതിനെ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന അനുഭവങ്ങളായിരിക്കണം നമ്മുടെ ജീവിതം. രണ്ടാമതായി, ഈ വേദഭാഗത്തിൽ ഈ പിറവിക്കുരുടൻ അവന്റെ അവസ്ഥ ഒരു ഫാലൻ ഹ്യൂമൻ നേച്ചറിനെ പ്രതിബിംബിക്കുന്ന ആണ്. മനുഷ്യകുലത്തിന്റെ വീണ സാഹചര്യത്തെ പ്രതിബിംബിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് പിറവി കുരുടന്റെ അവസ്ഥ. കാരണം അവന്റെ പാപം മൂലമല്ല അവൻ അങ്ങനൊരു അവസ്ഥ വന്നിരിക്കുന്നത്. സൃഷ്ടികർമ്മത്തിന് ശേഷം മനുഷ്യന് പാപമുണ്ടായതിനു ശേഷം ദൈവ സംസർഗത്തിൽ നിന്ന് അകന്നുപോയി ആ പാപത്തിന്റെ ശമ്പളമാകുന്ന അല്ലെങ്കിൽ പ്രതിഫലമാകുന്ന മരണം ആദാം മുതൽ അവന്റെ സന്തതിയെല്ലാം അനുഭവിച്ചു വരുന്നുണ്ട്. എന്നാൽ സാക്ഷാൽ ദൈവപുത്രന്റെ മനുഷ്യാവതാര വ്യാപാരം മൂലം ആ മരണത്തിൽ നിന്നും തന്റെ പുനരുദ്ധാനത്തോടുകൂടി സകല സൃഷ്ടിയെയും ദൈവവുമായിട്ട് വീണ്ടും ദൈവബന്ധത്തിലേക്ക് പുനർസ്ഥാപിക്കുന്ന ശ്രേഷ്ഠമായ ഒരു വ്യാപാരം ദൈവപുത്രൻ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ടൈപ്പ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. 6-ാമത്തെ വാക്യം മുതൽ ഒന്ന് ശ്രമിക്കാം. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി, ചേർ അവന്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന് ശീലോഹാം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശീലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി കണ്ണ് കാണുന്നവനായി മടങ്ങി വന്നു. അയൽക്കാരും അവനെ മുമ്പേ ഇരിക്കുന്നവനായി കണ്ടവരും, ഇവനല്ലയോ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചവൻ എന്ന് പറഞ്ഞു. അവൻ തന്നെ എന്ന് ചിലരും, അല്ല അവനെ പോലെയുള്ളവൻ എന്ന് മറ്റു ചിലരും പറഞ്ഞു. ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞു. ഒരു കാര്യം കൂടി വ്യക്തമാണ്. 8-ാമത്തെ വാക്യം, ഇവനല്ലയോ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചവൻ എന്ന് പറഞ്ഞു. ഈ കുരുടനായ മനുഷ്യൻ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന ഒരു അവസ്ഥയായിരുന്നു. അതുതന്നെയാണ് വീണ മനുഷ്യകുലത്തിന്റെ ഒരു സാഹചര്യവും. ഒരു എവിടെയെങ്കിലും നിന്നും അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിന്നും ഒരു സഹായം യാചിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഒരു അനുഭവം. അതാണ് ഇവിടെ ഭിക്ഷ യാചിക്കുന്നതിനോട് ചേർന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. The fallen human nature was seeking a divine help. It was completely relying on the divine assistance to raise it from its fallen nature. അതുപോലെ തന്നെ ഈ സൃഷ്ടികർമ്മത്തിൽ ദൈവം മണ്ണ് കുഴച്ച് മനുഷ്യരൂപമുണ്ടാക്കി അതിൽ ദൈവാംശമാകുന്ന തൻ്റെ ആത്മാവിനെ, ശ്വാസത്തെ പകർന്നു കൊടുക്കുന്ന കാര്യം നമുക്കറിയാം. അതുതന്നെയാണ്, അതിൻ്റെ ഒരു പ്രതിബിംബമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അവൻ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി. സാക്ഷാൽ സൃഷ്ടാവാകുന്ന വചനമാകുന്ന ദൈവം, വചനം മൂലം ഈ ലോകം മുഴുവനും ഉണ്ടാക്കിയവൻ, അവൻ നിലത്ത് തുപ്പി ചേറുണ്ടാക്കി
ആ മനുഷ്യന്റെ കണ്ണിന്മേൽ പൂശി. സാക്ഷാൽ ദൈവാംശം ഉള്ളടങ്ങുന്ന, സൃഷ്ടിശക്തി ഉള്ളടങ്ങുന്ന ഒരു പ്രവൃത്തി ഇവിടെ വെളിവാകുന്നുണ്ട്. ചേറുണ്ടാക്കിക്കൊണ്ട് അവനോട് പറയുന്നു, നീ ശീലോഹാം കുളത്തിൽ പോയി കഴുകുക. അശീലോഹാം എന്ന് പറയുന്നത് അഭിപ്രായ പദത്തിന് അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. അത് പരിശുദ്ധ സഭയാണ്. സഭാമക്കളാകുന്ന നാം ഓരോരുത്തരും അയക്കപ്പെട്ടവരാണ്. രണ്ട് തലത്തിൽ അതിനെ മനസ്സിലാക്കാം. ഒന്ന്, സഭാമക്കൾ എന്ന രീതിയിൽ നാം കൂടി വരുമ്പോൾ നാം അന്യോന്യം യേശുക്രിസ്തുവിന്റെ വെളിച്ചത്തിങ്കിലേക്ക് പരസ്പരം നയിക്കുവാനും പരസ്പരം പ്രകാശിപ്പിക്കുവാനും കൃപ ലഭിച്ചവരാണ്. രണ്ടാമതായി, നമ്മുടെ പാപം മൂലം നാം പൂണ്ടിരിക്കുന്നതായ അന്ധത, അത് കഴുകിയെടുക്കേണ്ടിയത് പരിശുദ്ധ സഭയാകുന്ന ശീലോഹാങ്കുളത്തിലാണ്. കൗദാശികമായ ഒരു കഴുകലിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രിയമുള്ളവരെ, വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഒന്നാമതായി, നമ്മുടെ ജീവിതം ദൈവികമായ നീതിയെ സാക്ഷീകരിക്കുന്ന, ദൈവത്തിന്റെ നീതിയെ സാക്ഷീകരിക്കുന്ന ജീവിതമായിരിക്കണം. ഭയം കൂടാതെ, മരണത്തെ ഭയക്കാതെ, മറ്റുള്ളവരുടെ വിമർശനത്തെ ഭയക്കാതെ, പരീശന്മാരാകുന്ന പാപത്തിന്റെ പ്രതീകങ്ങളെ ഭയന്ന് ദൈവത്തിൽ നിന്ന് അകന്നു മാറാതെ, ദൈവസാക്ഷ്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാതെ, ദൈവമാരെന്ന് എൻ്റെ ജീവിതത്തിലൂടെ പരിഭാഷപ്പെടുത്തുവാൻ തക്കവണ്ണം എനിക്കിടയാവണം. രണ്ടാമതായി, മനുഷ്യകുലത്തിന്റെ വീഴ്ചയെ പ്രതിബിംബിക്കുന്നതായ സാഹചര്യങ്ങളിൽ ദൈവം തന്നെ സ്ഥാപിച്ചതായ ശീലോഹാം കുളം പരിശുദ്ധ സഭയുടെ പ്രതീകമായി അതിൽ നമ്മെ തന്നെ കഴുകി കാഴ്ച പ്രാപിച്ചുകൊണ്ട് പരസ്പരം ദൈവപുത്രന്റെ പ്രകാശം പങ്കിടുന്ന ഒരു അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.